ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാടൻ ചീര പറിച്ചിട്ട് അതിൻ്റെ തോരൻ വെക്കുന്നതാണ്. ഇന്ന് അവിട്ടമാണ്, ഓണം. നമ്മളുടെ വീട്ടിൽ ഓണം ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കറിയും കൂടെ ആഡ് ചെയ്യുന്നതാണ്, ഒരു നാടൻ കറി, ഒരു നാടൻ ചീരത്തോരൻ. നമുക്കപ്പോൾ അത് നോക്കാം. ഇതാണ് നമ്മൾ കറി വെക്കാൻ, തോരൻ വെക്കാൻ പോകുന്ന ചീര. അതിന് വേലിച്ചീര എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒത്തിരി മൂക്കാത്ത ഇതാണ് എടുക്കേണ്ടത്, ഒടിച്ചെടുക്കേണ്ട പോർഷൻ മൂക്കാത്തതാണ്. കാണിച്ചു തരാം. ഇങ്ങോട്ട് കാണിക്കും. ഇത് കണ്ടോ, ഏറ്റവും ലാസ്റ്റായിട്ട് ഇങ്ങനെ ചെളുത്ത് നിൽക്കുന്ന സാധനമാണ് നമ്മൾ വെച്ചെടുക്കേണ്ടത്. അതാകുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നോളും. ഇങ്ങനെ ഒടിക്കുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോരണം. കാണിച്ചു തരാം. ഇങ്ങനെ ഒടിക്കുമ്പോൾ ഇതിൻ്റെ ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകണം. കട്ടിയുള്ളതാണെങ്കിൽ നമുക്ക് അരിയുമ്പോഴും പാടായിരിക്കും, കഴിക്കുമ്പോഴും പാടായിരിക്കും. ഈ ടൈപ്പാണ് നമുക്ക് പറിക്കേണ്ടത്. ഈ ചീരയുടെ കൂമ്പ് പോഷനാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഒടിച്ചാൽ പെട്ടെന്ന് ഒടിഞ്ഞൊടിഞ്ഞു പോരുന്ന പോഷന് കൂമ്പ് പോഷൻ എന്നാണ് പറയുന്നത്, കൂമ്പെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനെ വേലിച്ചീര എന്ന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, പണ്ട് നാട്ടുമ്പുറങ്ങളിലൊക്കെ, ഈ നാട്ടുമ്പുറങ്ങൾ ഇപ്പോഴും കാണുമായിരിക്കും, ഇപ്പം നമ്മുടെ ഏരിയയിലൊന്നും അങ്ങനെ കൂടുതൽ കാണാറില്ല. ഇങ്ങനെ വേലി പോലെ ഈ ചീര വെച്ച് വളർന്നു വരുമായിരുന്നു. അപ്പോൾ അതൊരു വേലി പോലെ തന്നെ വരും വളർന്നു വരുമ്പോൾ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് മധുര കിട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ലായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് അതിനെ വേലിച്ചീര എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നമ്മളുടെ വീടിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമ്മുടെ അതിരിലൊക്കെയാണ് ഇത് സാധാരണ വെക്കാറ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇത്രയും ചീര പറിച്ചിട്ടുണ്ട്. ചീര ഇപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അരിഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാം. ആദ്യം ഇതിൻ്റെ തണ്ട് പോർഷനാണ് കേട്ടോ അരിയേണ്ടത്. നമ്മളിങ്ങനെ പിടിച്ചിട്ട് അരിയുന്നത്. കുറച്ച് ചീര ഇങ്ങനെ അടുക്കിയെടുക്കും. ഇതുപോലെ അടുക്കിയെടുത്തിട്ട് ഇതിൻ്റെ തണ്ട് പോർഷൻ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വരും. അവസാനമാണ് ഇല അരിയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി കണ്ടോ, ഇങ്ങനെ ചെറുതാക്കി അരിയുണ്ട്. അപ്പോൾ നമ്മൾ ചീരയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാണ്, പെട്ടെന്ന് കഴിഞ്ഞു. ഇനി നമുക്കിത് തോരൻ വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പം നമ്മൾ ചീരത്തോരൻ ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ചത് ചൂടായി. 2 സ്പൂൺ എണ്ണ വെച്ചാൽ മതി. 2 സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി കഴിയുമ്പം കടുക്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി 2 എണ്ണം, ഒരു 2 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, ഇത്രയും കൂടെ അരിഞ്ഞ് വെച്ചത് അതിനകത്തോട്ട് ചേർക്കാം. കറിവേപ്പില ഇപ്പം ഞാൻ പറിച്ചുകൊണ്ട് വന്ന കേട്ടോ, ഇത്ര ഇടണം. ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചീര ഇടാം. നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, വേറെ പൊടികളൊന്നും അങ്ങനെ ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. വറ്റൽമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളകും കൂടെ ഈ സമയത്ത് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ചീര ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ചീര ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ തേങ്ങ ഇടുന്നത്. നിങ്ങൾക്കിതിൽ സബോളയുടെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സബോളയോ ചെറിയുള്ളിയോ ചേർക്കാം കേട്ടോ. ഇനി മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം.
ഇപ്പോൾ ചീര അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് മൂടി വെച്ചിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് എടുക്കാം. തേങ്ങ ആഡ് ചെയ്യാവേ. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് തേങ്ങയിലോട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റും ഉപ്പിൻ്റെ ടേസ്റ്റും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെക്കാം. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് പാകത്തിന് നമുക്ക് ആയിട്ടുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇടണ്ട. ഇത് ഇലക്കറികളിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇലക്കറിയാണ്. ചീരത്തോരൻ്റെ കാര്യം പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ചീര ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒരു ഇലവർഗ്ഗമാണ്, ഇലവർഗ്ഗത്തിൽ പെട്ടതാണ്. നമ്മൾ പിള്ളേർക്കാണെങ്കിലും ഇത് തോരൻ വെച്ച് കൊടുക്കും. എല്ലാവർക്കും നല്ലതാണ് ഇത് കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ നല്ല ചൂടുള്ള ചീര റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടത് കേട്ടോ. ചോറിൻ്റെ കൂടെ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മുടെ ചീരത്തോരൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണുന്നിടം വരെ ബൈ.